നാടൻ ചിക്കൻ കറിയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ് അല്ലേ? അതിൽ തന്നെ വ്യത്യസ്തമായ ഉള്ളി മസാല ചിക്കൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ദോശ, ചപ്പാത്തി, പൊറോട്ട, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല മാച്ചായിട്ടുള്ള ഒരു കറിയാണിത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോ കാണാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റഡ് ചാനൽ. ഈ ഉള്ളി മസാല ചിക്കൻ കറിക്കായിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത്. ഈ കറി തയ്യാറാക്കാനായി ചുവട് കട്ടിയുള്ള ഒരു കടായിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചൂടാക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇത് ചേർക്കാം. ഇതിന്റെ നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കേണ്ടതുണ്ട്. കൈവിടാതെ തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കണം. 1/2 കിലോ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഇടത്തരം വലിപ്പമുള്ള 7 സവാള ഉണ്ടായിരുന്നു. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതും ചേർക്കാം. സവാള ഇനി ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതിന്റെ കളർ ഒന്ന് നമുക്ക് മാറി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു 3 പച്ചമുളക് കീറി എടുത്തിട്ടുള്ളതാണ്. ഇതും ചേർക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ കറിക്ക് നമുക്ക് വേണമെങ്കിൽ പകുതി സവാള പകുതി കൊച്ചുള്ളി എന്ന രീതിയിലും എടുക്കാം. അതും നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ്. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഞാനൊരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർക്കാം. ഇനി തക്കാളി ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടേണ്ടതുണ്ട്. തക്കാളി ഇവിടെ വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ലോ ഫ്ലെയിം ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർക്കാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതും ചേർക്കാം. മല്ലിപ്പൊടി എടുത്ത അതേ അളവിൽ തന്നെ മുളക് പൊടി എടുക്കണം. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടേണ്ടതുണ്ട്. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും ചേർക്കാം. ഇനി ഈ മസാല എല്ലാം ചിക്കനിലേക്കൊന്ന് പറ്റി പിടിക്കുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി എല്ലായിടവും ഒന്ന് മസാല ഒന്ന് പറ്റി പിടിക്കുന്ന രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. 1 നുള്ള് ഉലുവാപ്പൊടിയാണ്. ഇതും ചേർക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ചിക്കനിൽ എല്ലായിടത്തും ഒന്ന് മസാല പിടിക്കുന്ന രീതിയിൽ 2 സെക്കൻഡ് നേരം നമുക്കിതൊന്ന് ഇളക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. ചിക്കൻ 3/4 ഭാഗം വെന്ത് കിട്ടുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. 1-2 തവണ നമുക്ക് ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കിയെടുത്ത ശേഷം അടച്ചു വെക്കുക. ഇവിടെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഈ മസാലയിൽ കിടന്നത് തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതുണ്ട്. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്നും മസാലയിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ്. ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. 3/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുരുമുളകാണ്. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ്. 2 ടീസ്പൂൺ ചേർക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇത് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്.
നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം. തുറന്നു നോക്കാം. ദാ ഇവിടെ ചാറെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി ചേർക്കാം. ഈ കറിക്ക് കുരുമുളകിന്റെ എരിവായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുളക് പൊടി ഉപയോഗിക്കുമ്പോൾ എരിവ് കുറഞ്ഞ മുളക് പൊടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയില ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉള്ളി മസാല ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല നല്ല റെസിപ്പീസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്താം. അതുവരെ ബൈ ബൈ.